മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണോ? അതേന്നാണ് എനിക്ക് തോന്നണത്. മലയാളികൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ചിട്ടിത്തട്ടിപ്പ് നടക്കണമെന്നാണ് എനിക്ക് തോന്നണത്. പണ്ട് പൊട്ടിയ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് മുതൽ ഇപ്പോൾ അവസാനം വന്ന പാതിവില തട്ടിപ്പ് വരെ എത്ര കിട്ടിയാലും പഠിക്കില്ല നമ്മൾ മലയാളികൾ. മലയാളി എവിടെയുണ്ടോ അവിടെ ചിട്ടിത്തട്ടിപ്പുണ്ട്. കാരണം മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ചിട്ടി. എന്തൊക്കെയായാലും പുതിയൊരു ചിട്ടി അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങി അവിടെ 1% കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുമെന്നറിഞ്ഞാൽ അതിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കും. പെട്ടിക്കട പോലെ ചിട്ടി കമ്പനിയും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളും വരുന്നത് ഇതുകൊണ്ടായിരിക്കുമല്ലേ? മലയാളിയുടെ പറ്റിക്കപ്പെടൽ പരിപാടി നമുക്കൊന്ന് നോക്കിയാലോ? എണ്ണിയാലും പറഞ്ഞാലും തീരുമെന്നറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ വിപിൻ വിജയൻ. പുതിയൊരു കഥ കാണാനും കേൾക്കാനുമായി എല്ലാവരും കയറിപ്പോരെ. മലയാളിയുടെ ചിട്ടിഭ്രമം ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല. 1 നൂറ്റാണ്ടിലേറെയായി ചിട്ടിപ്പരിപാടി കേരളത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. 1914 തിരുവിതാംകൂർ സർക്കാർ ആദ്യത്തെ ഒഫീഷ്യൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ചിട്ടി ഫണ്ട് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുള്ള നിയമങ്ങൾ അവർ നടപ്പിലാക്കി. എന്നിരുന്നാലും നിയമാനുസൃതമല്ലാത്ത സമ്പാദ്യ വായ്പാ സംവിധാനത്തെ നിലയിൽ ചിട്ടി ഫണ്ടുകൾ വളരെ മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്നു. ബാങ്കുകൾക്ക് പകരമായി വ്യാപാരികൾ, ചെറുകിട ബിസിനസ് ഉടമകൾ, കുടുംബങ്ങൾ എന്നിവർക്കിടയിൽ ഇവ പ്രത്യേകിച്ചും ജനപ്രിയമായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ 1969 സ്വകാര്യ ചിട്ടി ഫണ്ടുകൾക്ക് സുരക്ഷിതവും കൂടുതൽ നിയന്ത്രിതവുമായ ഒരു ബദൽ നൽകുന്നതിനായി കേരള സർക്കാർ KSFE എന്ന പേരിൽ ഒരു സ്ഥാപനം സ്ഥാപിച്ചു. ഇതിന്റെ കൂടെ തന്നെ സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. 2000-നും 2025-നും ഇടയിൽ നിരവധി നിക്ഷേപകരെ വഞ്ചിച്ച ഒരുപാട് ചിട്ടി ഫണ്ട് തട്ടിപ്പുകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചില തട്ടിപ്പുകൾ നമുക്കൊന്ന് നോക്കിയാലോ? ചിറ്റ് ഫണ്ടുകൾ വളരെ കാലമായി കേരളത്തിൽ ഒരു ജനപ്രിയ സമ്പാദ്യ സംവിധാനമാണ്. എന്നിരുന്നാലും നിരവധി വഞ്ചനാപരമായ പദ്ധതികൾ അവരുടെ പ്രശസ്തിക്ക് കളങ്കം വരുത്തിയിട്ടുണ്ട്. കാരാട്ട് കുറീസ് കുംഭകോണം. നവംബർ 2024 സ്വകാര്യ ചിറ്റ് ഫണ്ട് സ്ഥാപനമായ കാരാട്ട് കുറീസിന്റെ ഉപഭോക്താക്കളും ജീവനക്കാരും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതെ കമ്പനി അടച്ചുപൂട്ടിയ ശേഷം ഉടമകൾ ഒളിച്ചോടിയതായി ആരോപിച്ചിട്ടുണ്ട്. നല്ല വരുമാനം പ്രതീക്ഷിച്ച് പലരും കഠിനാധ്വാനം ചെയ്ത പണം നിക്ഷേപിച്ചെങ്കിലും ഇവരെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയിലായി. തത്വമസി ചിറ്റ് തട്ടിപ്പ്. ഫെബ്രുവരി 2020 തത്വമസി ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കേരള സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. നിക്ഷേപകരിൽ നിന്ന് 16 കോടി വഞ്ചിച്ചുവെന്നാരോപിച്ച് സ്ഥാപനം അന്വേഷണത്തിലായിരുന്നു. 2017 തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടന്ന നിർമ്മൽ കൃഷ്ണ ചിറ്റ് ഫണ്ട് 20,000-ലധികം നിക്ഷേപകരെ വഞ്ചിച്ചതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തട്ടിപ്പിന്റെ മൂല്യം 2,000 കോടിയിലധികമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. കേരളത്തിൽ ഏറ്റവും ജനപ്രീതി നേടിയ ചിട്ടി തട്ടിപ്പുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ്. 1960-കളുടെ മധ്യത്തിൽ ഒരു ചെറുകിട ചിട്ടി ഫണ്ട് സംരംഭമായി ആരംഭിച്ച് കേരളം ആസ്ഥാനമായുള്ള പോപ്പുലർ ഫിനാൻസ് എന്ന സ്ഥാപനം 2020 കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. കേരളത്തിലും കർണാടകയിലുമായി നിരവധി നിക്ഷേപകരെ കമ്പനി വഞ്ചിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ബംഗളൂരു നിവാസികൾക്ക് മാത്രം ഏകദേശം 100 കോടി രൂപ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉടമകൾ ഒളിവിൽ പോയി. ഇത് വ്യാപകമായ അന്വേഷണങ്ങൾക്കും നിയമ നടപടികൾക്കും കാരണമായി. ഇതുകൂടാതെ സഹകരണ ബാങ്ക് അഴിമതികൾ വേറെയാണ് കേട്ടോ. പലരും വിശ്വസിച്ചിരുന്ന സഹകരണ ബാങ്കുകളും സാമ്പത്തിക അഴിമതികളിൽ കുടുങ്ങി. കരുവന്നൂർ ബാങ്ക് ഭയങ്കര ഫേമസ് ആണ്. കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒന്നായിരുന്നത്. സാധാരണക്കാരായ ആളുകൾ ബാങ്കിനെ വിശ്വസിച്ച് അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമായ പണം ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ടിരുന്നു. ഗവൺമെന്റ് സ്ഥാപനമല്ലേ, അവിടെ എന്ത് പ്രശ്നം ഉണ്ടാകാൻ? പക്ഷെ അവിടെയല്ലേ മെയിൻ പ്രശ്നം വന്നത്. 2022 ഒരിക്കലും എടുക്കാത്ത വായ്പയ്ക്ക് ജപ്തി നോട്ടീസ് ലഭിച്ച മുൻ പഞ്ചായത്ത് അംഗം TM മുകുന്ദന്റെ ദാരുണമായ ആത്മഹത്യക്ക് ശേഷമാണ് ഈ 100 കോടിയുടെ അഴിമതി പുറത്തു വന്നത്. വ്യാജ വായ്പകളും ഫണ്ട് ദുരുപയോഗവും ഉൾപ്പെട്ടതാണ് ഈ അഴിമതി. ഇത് നിരവധി നിക്ഷേപകരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ട് ന്യൂസ് ചാനലുകൾ ഇത് നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം? ആ വാർത്തയും എപ്പോഴത്തെയും പോലെ മുങ്ങിപ്പോയി. 2000-ന്റെ മധ്യത്തിൽ കേരളത്തിലെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള 19 വയസ്സുള്ള ശബരിനാഥ് എന്ന ചെറുപ്പക്കാരനായ പയ്യൻ ടോട്ടൽ ഫോർ യു എന്ന കമ്പനി ആരംഭിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിക്ഷേപകർക്ക് അസാധാരണമായ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്തു. 700-ലധികം വ്യക്തികളെ ആകർഷിക്കുകയും 200 കോടിയിലധികം രൂപ സമ്പാദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രേരണാതന്ത്രങ്ങളും പെട്ടെന്നുള്ള ലാഭത്തിന്റെ പ്രലോഭനവും പ്രൊഫഷണലുകളും വീട്ടമ്മമാരും ഉൾപ്പെടെ പലരെയും അവരുടെ സമ്പാദ്യം ഇതിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചു.
2008 ആയപ്പോഴേക്കും വാഗ്ദാനം ചെയ്ത വരുമാനം കിട്ടാത്തതിനാൽ ആളുകൾക്ക് സംശയങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. ശരിയായ റെഗുലേറ്ററി അംഗീകാരങ്ങളില്ലാതെയാണ് ടോട്ടൽ ഫോർ യു പ്രവർത്തിച്ചിരുന്നതെന്നും നിരവധി പരാതികൾ നേരിട്ട ശബരിനാഥ് അറസ്റ്റിലായെങ്കിലും 2011 ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. താമസിയാതെ ഇയാൾ ഒളിവിൽ പോയി. 2025 തുടക്കത്തിൽ പകുതി വില തട്ടിപ്പ് എന്ന പേരിൽ ഒരു വലിയ തട്ടിപ്പ് കേരളം കണ്ടു. കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഒരാൾ വന്ന് നാട്ടുകാരോട് പറയണം, നിങ്ങൾ എന്ന് പണമടച്ച നിങ്ങൾക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റ് വീട്ടുപകരണങ്ങളും പകുതി വിലയ്ക്ക് ഞാൻ അങ്ങോട്ട് തരും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ആളുകൾ അങ്ങോട്ട് ഒഴുകി ഇങ്ങോട്ട് ഒഴുകി. 40,000-ലധികം ആളുകൾ ഇതിൽ ചതിക്കപ്പെട്ടെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. 26-കാരനായ അനന്തു കൃഷ്ണനാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. ബാക്കി ചെലവ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഫണ്ടുകൾ വഹിക്കുമെന്നാണ് അവകാശപ്പെട്ടത്. കേട്ടിട്ട് പോലുമില്ലാത്ത കുറെ പേരൊക്കെ പറഞ്ഞ സാധാരണക്കാരായ ആളുകൾ വിശ്വസിച്ചു പോകും അല്ലേ. മുൻകൂട്ടി പണം നൽകാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. വാഗ്ദാനം ചെയ്ത സാധനങ്ങൾ ആർക്കും കിട്ടുന്നില്ലെന്ന് പിന്നീട് മനസ്സിലായി. ഏകദേശം 1000 കോടി രൂപ തട്ടിപ്പ് നടത്തിയതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്റെ പൊന്നെ, എന്താലേ 1000 കോടി രൂപ. വിപണി വിലയുടെ പകുതി വിലയ്ക്ക് ഒരു സാധനം ഒരാൾ തരാമെന്ന് പറഞ്ഞ ഉടനെ അതും വിശ്വസിച്ചു പോകാൻ നമ്മൾ മലയാളികളെ കഴിഞ്ഞ മറ്റാളുകളുള്ളൂ. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഓൺലൈൻ തട്ടിപ്പെന്നും പറഞ്ഞ് ക്യാഷ് തട്ടണത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് അഭിമാനത്തോടെ പറയുമ്പോഴും അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് വമ്പൻ തട്ടിപ്പുകളാണ്. കേരള പോലീസ് പറയുന്നത് കഴിഞ്ഞ വർഷം മാത്രം 23,753 കേസുകളിൽ നിന്നായിട്ട് 201 കോടി രൂപയുടെ തട്ടിപ്പുകളാണ് നടന്നിട്ടുള്ളത്. ഒരു കോള് വന്ന് OTP ചോദിച്ചാൽ സത്യസന്ധമായി അത് പറഞ്ഞു കൊടുത്താൽ സത്യസന്ധമായി അവർ നിങ്ങളെ പറ്റിക്കും. ക്യാഷ് പോയിട്ടുള്ള മെസ്സേജ് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. വെബ്സൈറ്റുകളിൽ നിന്ന് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് കാർഡ് അതിൽ സേവ് ചെയ്യാതിരിക്കുക. ഏതൊരു ഫോണും കമ്പ്യൂട്ടറും ഒന്നും സേഫ് അല്ല. ഓസിന് കിട്ടിയ ഓൽമെൻറ്റും തിന്നുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എത്രയൊക്കെ തട്ടിപ്പുകൾ നടന്നാലും കേരളം ഇതിനു പറ്റിയ വളക്കൂറുള്ള മണ്ണാണെന്ന് ഈ തട്ടിപ്പ് നടത്തുന്നവന്മാർക്കറിയാം. ഒരു തട്ടിപ്പ് നടന്നാൽ കുറച്ചു ദിവസം ചാനലുകളുടെ അന്തിച്ചർച്ചയിൽ ഈ വിഷയം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചാനലേമാമാര് അടുത്ത വിഷയത്തിലോട്ട് തെന്നി മാറും. അതോടെ ആ വിഷയം ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകും. സിനിമ കാണുന്ന പോലെയാണ് ചാനലിലെ ന്യൂസ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. പുതിയ വിഷയങ്ങൾ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടും പഴയ തട്ടിപ്പുകൾ പഴങ്കഥയാകുന്നത് കൊണ്ടും പുതിയ തട്ടിപ്പുമായി വരാൻ ഇവർക്ക് പ്രചോദനമാകുന്നുണ്ടാകും അല്ലേ. മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാകുന്നത് നമ്മൾ സാധാരണക്കാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് എങ്ങനെ സേഫായി നിക്ഷേപിക്കണമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. അത്രമേൽ അറിവുള്ളവരല്ല. കുറേശ്ശെയായി സ്വരുക്കൂട്ടി ഉണ്ടാക്കുന്ന ക്യാഷ് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ പലിശ പ്രൈവറ്റായിട്ടുള്ള ഇവർ ഓഫർ ചെയ്യുമ്പോൾ ആ ചെറിയ വ്യത്യാസത്തിൽ വീണു പോകുന്നതായിരിക്കാം ഇവരൊക്കെ. പക്ഷേ ഇതല്ലാതെ പണക്കൊതി മൂത്ത് പെട്ടുപോകുന്നവരും ചെറുതൊന്നുമല്ല. ചിട്ടി ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആവശ്യമായ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിട്ടി ഫണ്ട് ഓപ്പറേറ്റർമാരുടെ രജിസ്ട്രേഷനും വിശ്വാസ്യതയും പരിശോധിക്കാനും അസാധാരണമാം വിധം ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ച് ജാഗ്രത പാലിക്കാനും ആളുകളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആരെന്തൊക്കെ വാഗ്ദാനങ്ങൾ തന്നാലും നമ്മൾ പണിയെടുക്കാതെ ക്യാഷ് ഉണ്ടാക്കാതെ നമുക്കൊന്നും ആരും വെറുതെ കൊണ്ടുവന്ന് തരില്ല. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ. പണിയെടുത്തുണ്ടാക്കുന്ന 1 രൂപ പോലും വെറുതെ കളയല്ലേ. നമ്മുടെ കഷ്ടപ്പാടാണ് തട്ടിപ്പുകാരുടെ സമ്പാദ്യം. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒപ്പം ചേർന്നോളൂ കേട്ടോ. ഇതുപോലൊരു പുതിയ കഥയുമായി വീണ്ടും കാണാം.